ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് അമ്മയുടെ ഓഫീസിലേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. ലൈക്ക് ഓണം തുടങ്ങിയല്ലോ, അപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എന്റെ അമ്മയുടെ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ആ ഫംഗ്ഷന് വേണ്ടി കുറച്ച് ഷോ ഓഫ് കാണിക്കാൻ പോവാണ്. അപ്പൊ അമ്മ ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. സോ അത് ഞാൻ കഴിഞ്ഞിട്ടിടുന്നുണ്ട്. സോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം. സോ ഗൈസ്, ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഞാനിത് സൺസ്ക്രീൻ ഇടുന്നതിന്റെ എന്റെ മറ്റേ ഫോൺ ഐഡന്റിഫൈ ചെയ്തു എന്റെ സൗണ്ട്. അമ്മ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, വാ പോവാൻ സമയായി. ഹായ് ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം സംഭവിച്ചു. ഇത് നോക്കൂ ഗൈസ്, ഒരാള് ഗേറ്റ് തുറന്നതാണ്. ചോര കണ്ടാണ് ഗൈസ് നമ്മള് പോകുന്നത്. ചോര, റെഡ് കളർ. ഗൈസ്, നമ്മൾ എത്താൻ പോവുകയാണ്. അവരുടെ ഡാൻസ് അവിടെ കഴിഞ്ഞോന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങള് ഇതാണ് എൻ്റെ അവസാനത്തെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഞാനിപ്പോൾ അമ്മയുടെ ഓഫീസിലാണ് നിൽക്കുന്നത്. സോ അവര് അവിടെ അത്തപ്പൂക്കളമൊക്കെ ഇടാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഞാനിവിടെ വന്ന് വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ സോ ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഡാൻസ് ഉണ്ടാവും. സോ അതിനുവേണ്ടി ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അമ്മ വർക്ക് ചെയ്യുന്നത് ഐക്കോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. അതൊരു ഹോസ്പിറ്റൽ കൂടിയാണ്. അമ്മ അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടിസം സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നതാണ് അമ്മയുടെ ജോലി. അപ്പോൾ ഇവര് ഡാൻസിനൊക്കെ പക്ക റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അത്തപ്പൂക്കളം ഇടുന്നത് കാണാം. ഇതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ശരിക്കും ഇവരുടെ ഒരു കൂട്ടായ്മ അത് കണ്ടു നിൽക്കേണ്ട തന്നെയാണ്. സോ അടുത്തത് അവരുടെ ഓരോരോ പ്രോഗ്രാം. ഗൈസ്, നമ്മള് ആഹാരം കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല ഒന്നാം തരം സദ്യ. ഇവരുടെ ഡാൻസും പാട്ടും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മുടെ കോളേജിൽ പോകുന്ന ഇത്രയധികം പാട്ട്, ഇവിടെ ഇപ്പോഴും പാട്ടാണ്. ഓക്കെ, കഴിക്കുമ്പോൾ ഞാൻ പറ്റിയെങ്കിൽ വീഡിയോ എടുക്കാം.
ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ സദ്യ. ശരിക്കും ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തിടുമ്പോൾ പോലും എനിക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാവുകയാണ് ഒന്നും കൂടി കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ സദ്യ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ 3 പായസമൊക്കെ വെച്ച് ഒരു ബോളിയൊക്കെ സൈഡിലായിട്ട് കഴിക്കണം. സോ ഗൈസ്, രാവിലെ എനിക്ക് സമയം കിട്ടിയില്ല ഈ സംഭവങ്ങളൊക്കെ എവിടുന്നാ എടുത്തെന്നുള്ള കാര്യം പറയാനായിട്ട്. അപ്പോ ബ്ലൗസ് ആക്ച്വലി എന്റേതല്ല, ബ്ലൗസ് എന്റെ അമ്മയുടേതാണ്. അമ്മയ്ക്ക് കുറച്ച് സൈസ് ഉണ്ടെങ്കിലും, ഇവിടെ നിപ്പുണ്ട്, കുറച്ച് സൈസ് ഉണ്ടെങ്കിലും എനിക്കത് അഡ്ജസ്റ്റ് ആയി, കുഴപ്പമില്ല. അപ്പോ പക്ഷെ എനിക്ക് ആക്ച്വലി ഇവിടം വരെയുള്ള കൈയല്ല, എനിക്ക് ഇവിടം വരെയുള്ള കൈയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, എനിക്ക് കംഫർട്ട് അതാണ്. പക്ഷെ വേറെ ഇല്ലാത്തതിനാൽ ഞാനത് എടുത്തിട്ടു. അപ്പോ അതായത് സാരി, ആക്ച്വലി സാരി ഞാൻ ഇവിടെ അട്ടക്കുളങ്ങരയില് രാമേന്ദ്രയിൽ നിന്ന് പോയി എടുത്തതാണ്. ഈ സാരിക്ക് വെറും 330 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര വിലക്കുറവായിരുന്നു. പക്ഷെ കണ്ടാ പറയത്തില്ല, അത്രയ്ക്ക് നല്ലൊരു സാരിയാണ്. നോർമലി ഇങ്ങനത്തെ കസവ് മാത്രമായിട്ടുള്ള സാരി നമുക്കിപ്പോ കിട്ടാൻ ഭയങ്കര പാടാണ്, എല്ലാത്തിലും പ്രിന്റഡും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട്. പക്ഷെ ഇത് വന്നിട്ട് എനിക്ക് അങ്ങനെ പ്ലെയിൻ ആയിട്ട് കസവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ആയിട്ടുള്ളത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോ ഈ ചോക്കർ ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ ചോക്കറിന് ലൈക്ക് ഒരു 700 to 800 ഇതിന്റെ ഇടയിലുള്ള ഒരു റേറ്റ് ആണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ ചോക്കർ ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം മോളില്ലേ, ട്രിവാൻഡ്രം മോള് പോയപ്പോ അവിടെ നിന്ന് എടുത്തതാണ്. അപ്പൊ ഇതും അതിന്റെ കൂടെ തന്നെ സ്റ്റഡ് കിട്ടുന്നതാണ്. പിന്നെ വേറൊന്നുമില്ലല്ലോ. ഈ വളയും ഞാൻ അതേപോലെ ട്രിവാൻഡ്രം മോളിൽ തന്നെ പോയി അവിടെ നിന്ന് എടുത്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു പെയറിന് 250 സംതിങ് ആണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. സോ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോ വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പോ ഇന്ന് ശരിക്കും ഞാൻ അടിച്ചു പൊളിച്ചു. അമ്മയുടെ ഓഫീസ് ആയതുകൊണ്ട് മാത്രമല്ല, പക്ഷെ എല്ലാവരും കുറെ ഗെയിംസും സദ്യയൊക്കെ വൻ പൊളിയായിരുന്നു. അപ്പോ ഞാനിവിടെ നിന്നൊരു 3 റോസാപ്പൂ അടിച്ചു മാറ്റി, ചുമ്മാ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നവർ പലരും. നല്ല ഏജ് ഉള്ളവരാകട്ടെ, അതുപോലെ ചെറിയ നമ്മുടെ പ്രായത്തിലുള്ളവരാകട്ടെ, എല്ലാവരും ഒരേ എനർജിയിൽ അടിച്ചു പൊളിച്ചു. പിന്നെ സദ്യ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 3 തരം പായസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 തരം കറികളും എല്ലാം കൂട്ടാനും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ചെന്നിട്ട് അത്രയും ഭയങ്കര ഒരു പവർഫുൾ എനർജി ആയിരുന്നു. ഒരു എന്താ പറയാ, തിരുവോണം ആയിട്ടില്ല, അതിനു മുന്നേ തന്നെ ആ ഒരു ബൂസ്റ്റപ്പ് എനർജി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെയായിരുന്നു ഇന്ന്. അവിടെ ചെന്നു, അത്തപ്പൂക്കളം ഇട്ടു, സദ്യ കഴിച്ചു. പിന്നെ ഇവരുടെ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ ഡാൻസും പാട്ടും അങ്ങനെയുള്ള എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. ശരിക്കും അടിച്ച് പൊളിക്കുക കേട്ടോ. എന്താ പറയാ, ഒത്തിരി ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി എൻജോയ് ചെയ്ത് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് തിരുവോണത്തിന്റെ അന്നായിരിക്കും. തിരുവോണത്തിന്റെ അന്ന് പുതിയൊരു വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോ ഞാനപ്പോ അന്ന് ഞാൻ കുറെ കൂടി എവിടെയെങ്കിലുമൊക്കെ പോവായിരിക്കും. എന്റെ അമ്മ അവിടെ നിന്ന് നോക്കുന്നു ഗൈസ്. അപ്പോ ഓക്കെ, താങ്ക്സ്, ബൈ.